അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. ഇഹലോകവും പരലോകവും ഒരുപോലെ നഷ്ടപ്പെടുന്നവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ പരിപൂർണ സത്യനിഷേധികളോ അവിശ്വാസികളോ ആയവരല്ല, മറിച്ച് അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ തന്നെയാണ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. സൂറത്തുൽ ഹജ്ജിലെ 11-ാമത്തെ ആയത്തിലാണ് ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടപ്പെടുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവർ ജനങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ അള്ളാഹുവിനെ ഒരു ഹർഫിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്നവരാണ്. ആ ഹർഫ് എന്താണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഹുവ കൽ ഖായിമി അലാ ഹർഫിൽ ജബൽ. ഒരു പർവ്വതത്തിൻ്റെ അറ്റത്ത് നിൽക്കുന്നവനെ പോലെയാണ്. ചെറിയ കാറ്റോ അല്ലെങ്കിൽ ചെറിയ അസ്വസ്ഥതയോ ചെറിയ എന്തെങ്കിലും അസൗകര്യങ്ങളോ ഉണ്ടായാൽ തന്നെ അവൻ ആ പർവ്വതത്തിൽ നിന്ന് താഴെ വീണു പോകാൻ കാരണമായി തീരും. അത്ര ബലമല്ലാത്ത രൂപത്തിൽ ഗൈറു മുസ്തഖർ ഉറപ്പിച്ചു നിൽക്കുന്ന, അതിന് ബലമുറപ്പിച്ച് നിൽക്കുന്നവരെ പോലെയല്ല. ഈ ഹർഫ് എന്നതുകൊണ്ട് ഉദ്ദേശം പർവ്വതത്തിൻ്റെ ഓരത്ത് നിൽക്കുന്നവനെ പോലെ എന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അഥവാ അള്ളാഹുവിനെ ആരാധിക്കുന്നവരിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ ഓരത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. അവർക്ക് നന്മകൾ ലഭിച്ചാൽ അവർ മനസ്സ് സമാധാനമടഞ്ഞുകൊണ്ട് ഈ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കും. ഇനി അവർക്ക് പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലോ അവർ മുഖം തിരിഞ്ഞ് ഈ ദീനിനെ ഒഴിവാക്കി പോവുകയും ചെയ്യും. ഖസറത്ത് ദുനിയ വൽ ആഖിറ. അവർക്ക് ദുനിയാവും ആഖിറവും നഷ്ടമായിരിക്കും. അതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടം എന്നും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ചെറിയ കാരണങ്ങളാൽ തന്നെ ദീനിൽ നിന്ന് അകലാനോ മാറി നിൽക്കാനോ ഒക്കെ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വ്യക്തി പ്രവാചകൻ്റെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്താണ്? ഫഇൻ വലദത് ഇംറഅതുഹു ഗുലാമൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കുട്ടിയെ പ്രസവിച്ചാൽ അദ്ദേഹം പറയും ഹാദാ ദീനുൻ സ്വാലിഹ്. ഇത് നല്ലൊരു ദീനാണ്, ഞാൻ സ്വീകരിച്ച ആദർശം വളരെ മനോഹരമായതാണ്, ഇത് വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം മറുപടി പറയും. വഇല്ലം തലിദ് ഇംറഅതുഹു. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടില്ലെങ്കിലോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഹാദാ ദീനുൻ സൂ. ഇതൊരു മോശപ്പെട്ട ദീനാണ്, ഈ ആദർശം എന്നെ സഹായിക്കുന്നില്ല എന്നാണ് അവർ പറയുക. ചിലരുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് കൊണ്ട്, സന്താന സൗഭാഗ്യം കിട്ടാത്തത് കൊണ്ട്, കടം മാറിക്കിട്ടാത്തത് കൊണ്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാത്തത് കൊണ്ട് അള്ളാഹു അവരെ ഉപേക്ഷിച്ചു എന്നും ഈ ദീന് കണ്ട് എനിക്ക് ഉപകാരങ്ങൾ കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയും അക്കാരണത്താൽ അള്ളാഹു കൽപ്പിച്ച പല നിർബന്ധ ബാധ്യതകളെയും വരെ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകൾ. ഹസിബന്നാസു അയ്യുതറകു അയ്യഖൂലു ആമന്ന വഹും ലാ യഫ്തനൂൻ. വിശ്വസിക്കുന്നതോടുകൂടെ പിന്നെ പരീക്ഷണമുക്തമായ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകില്ല എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും നമുക്ക് ദീന് സ്വീകരിക്കണോ അതല്ല ദുനിയാവിൽ എളുപ്പമെന്ന് തോന്നുന്ന അവസരങ്ങൾ സ്വീകരിക്കണോ എന്ന് തീരുമാനമെടുക്കേണ്ടി വരും. നല്ലൊരു വാഹനം വാങ്ങിക്കാൻ, അതുപോലെ തന്നെ ഒരു വീട് വെക്കാൻ, മക്കളെ വിവാഹം കഴിക്കാൻ കുറച്ച് പ്രയാസപ്പെടണമോ അതല്ല ലോൺ വഴി പലിശ വഴി പണം സമ്പാദിക്കണമോ എന്ന അവസരം വരുമ്പോൾ ചിലരെങ്കിലുമൊക്കെ ഇത്തരം സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ ദുനിയാവ് തിരഞ്ഞെടുക്കുകയും എന്നിട്ട് പരലോകം കഷ്ടത്തിലാക്കുകയും ചെയ്യുന്നവരുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളവുമാണ് ഈ ആയത്ത് നമുക്ക് ഗുണപാഠം നൽകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എളുപ്പമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടമാവും. ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫിദ്ദുന്യ ലാ തുഅവ്വിലുഹു അർരിദ്ദതു അൻ ദീനിഹി മാ അസാബഹു മിൻ ഫിതൻ. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവൻ ദീനിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് അതിന് സാധ്യമല്ല. അവൻ ദീൻ ഒഴിവാക്കി എന്നതുകൊണ്ട് അവൻ്റെ ആ പ്രശ്നവും പരീക്ഷണവും ഒക്കെ മാറിക്കിട്ടുമെന്ന് യാതൊരു നിലക്കും വിചാരിക്കാൻ കഴിയില്ല. എളുപ്പമെന്ന് വിചാരിച്ച് സമീപിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പര്യവസാനം എളുപ്പം തന്നെയാകുമെന്ന്, ആ പരീക്ഷണത്തിൽ നിന്നും മറികടക്കാൻ അത്തരം ദീനിനെ മാറ്റി നിർത്തിക്കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങളെ കൊണ്ട് കഴിയുമെന്ന് ആരാണ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്? അങ്ങനെയില്ല സഹോദരന്മാരെ. നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കുകയും അവനിൽ വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം പരീക്ഷണ മുക്തമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ സമാധാനവും ബർക്കത്തും ഉണ്ടാകും. അതിനേക്കാൾ അപ്പുറത്ത് പരലോകം നമുക്ക് നേടിയെടുക്കാനും കഴിയും. ഇനി ദുനിയവിയായ ആഗ്രഹങ്ങൾക്കും ദുനിയവിയായ ആവശ്യങ്ങൾക്കും പരലോകത്തെ മാറ്റിവെക്കുന്ന ആളുകളോട് അള്ളാഹു പറയുന്നു, അവർക്ക് ആഖിറ മാത്രമല്ല പരലോകം മാത്രമല്ല ഖസിറത് ദുനിയ, അവർക്ക് ഈ ദുനിയാവും നഷ്ടപ്പെടും. എങ്ങനെയാണ് ആ നഷ്ടം ഉണ്ടാവുക? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് 3 കാര്യങ്ങൾ കൊണ്ട്
അവർ പ്രയാസപ്പെടുമെന്നാണ്. ഒന്ന് ഹമ്മിൻ ലാസിം, അനിവാര്യമായ വിഷാദം, അത് അവരെ വിട്ടുപോകാതെ അവരുടെ വിഷാദം അവരുടെ കൂടെ തന്നെ ഉണ്ടാകും. വതഅബുൻ ദാഇം, എല്ലാ കാലത്തും പ്രയാസപ്പെട്ടും പരീക്ഷിക്കപ്പെട്ടും അങ്ങനെ മനസ്സുപോലും അതിനോട് ഇണങ്ങാതെ അവൻ ക്ഷീണിതനായിട്ടുണ്ടാകും. വഹസറത്തുൻ ലാ തൻഖലി, ഒരിക്കലും കഴിയാത്ത അറ്റം കാണാത്ത നഷ്ടങ്ങൾ ദുനിയാവിലും പരലോകത്തിലും അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദുനിയാവ് തിരഞ്ഞെടുക്കണോ അതല്ല പരലോകം തിരഞ്ഞെടുക്കണോ എന്ന അവസരം വരുമ്പോൾ പരലോകത്തിന് മുൻഗണന കൊടുക്കാൻ പരിശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തെ പകർന്നു നൽകും, ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നിലയുറപ്പിച്ചു നൽകും. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ പരലോകത്ത് നമുക്ക് ഗുണകരമായി വരും. അതിന് പ്രാമുഖ്യം കൊടുക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ. Peace Radio. Tune to reality.